കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രളയസമാനമായ ദുരിതം തുടരുകയാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉച്ചയോടെ പത്തനംതിട്ടയിലെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നിയിലും സന്ദർശനം നടത്തും. ദേവൻ എം പി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദേവൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പൊതു അവസ്ഥ? ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചത് ഇത്തവണ പത്തനംതിട്ട ജില്ലയിലാണ്. എന്താണ് സ്ഥിതി? ഹർഷൻ, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസവും രാത്രിയിലും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ടായിരുന്നു. രാവിലെ ഇപ്പോൾ പത്തനംതിട്ട ടൗണിലടക്കം മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ റാന്നി അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരല്പം ആശ്വാസമായി അവിടെ റാന്നിയിലടക്കം വെള്ളക്കെട്ടിൽ അല്പം ഒരു കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇന്നലെ രാത്രി പെയ്ത മഴയിലും ഇപ്പോൾ രാവിലെയും തുടരുന്ന മഴയിലും വീണ്ടും അവിടെ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് റാന്നിയിൽ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് അത് പിന്നീട് ആറന്മുളയിൽ അത് ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഈ ദുരന്തബാധിത മേഖലകളെല്ലാം തന്നെ സന്ദർശിക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിലാണ് മുഖ്യമന്ത്രി ആദ്യം എത്തുന്നത്. അതിനുശേഷം റാന്നിയിലും സന്ദർശനം നടത്തും. ഈ ദുരന്തബാധിത മേഖലകളിൽ അവിടെയുള്ള ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ യാത്രയുടെ ലക്ഷ്യം. അവരുമായി സംസാരിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ട് നാളെ നടക്കുന്ന ക്യാബിനറ്റിൽ അത് മറ്റെന്തെങ്കിലും കൂടുതൽ സഹായങ്ങൾ, കഴിഞ്ഞ ദിവസം തന്നെ പത്രസമ്മേളനത്തിൽ ഈ ദുരന്തബാധിതർക്ക് വേണ്ട സർക്കാർ സഹായങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ സഹായങ്ങൾ ഏതെങ്കിലും തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന് ഇവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാളെ നടക്കുന്ന ക്യാബിനറ്റിൽ അത് അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ആ തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ച കാര്യമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ പ്രളയ ബാധിത മേഖലകളിൽ അല്ലെങ്കിൽ ദുരന്തബാധിത മേഖലകളിൽ എവിടെയും ഒരു സന്ദർശനം, നേരിട്ടൊരു സന്ദർശനം നടത്തുന്നില്ല എന്നുള്ള കാര്യം വിമർശനമായി വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ശക്തമായ മഴ തുടരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം മറ്റൊരു വിരുന്നിന് പങ്കെടുക്കാൻ പോയതും അതിന്റെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടതും അതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടതും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പത്തനംതിട്ടയിലെ സന്ദർശനം അതുകൊണ്ട് തന്നെ വലിയ നിർണായകവുമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇവിടെ എത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. സ്ഥലത്ത് പി സി വിഷ്ണുനാഥ്, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി സി വിഷ്ണുനാഥ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അവിടെ നിന്നും ജലം ഒഴുക്കിവിടുന്ന സ്ഥിതി തന്നെ തുടരുകയാണ്. മറ്റ് ചെറുഡാമുകളായ കക്കിയും പമ്പയും അടക്കമുള്ള ഡാമുകളിലും ഇപ്പോൾ വലിയ ഒരു ഭീഷണിയായിട്ടുള്ള രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഷട്ടറുകൾ ഇതുവരെയും തുറന്നിട്ടില്ല. ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴ വീണ്ടും തുടരുമെന്ന് തന്നെയുള്ള ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിലും പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ കണക്കുകൾ വന്നപ്പോൾ 533%. സാധാരണഗതിയിൽ നിന്നും 533% അധികമാണ് ഈ 3 ദിവസത്തിനിടെ പത്തനംതിട്ട ജില്ലയിൽ മഴ പെയ്തതെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ. അതുതന്നെയാണ് ഈ പറയുന്ന പോലെ തന്നെ അപ്രതീക്ഷിതമായി പത്തനംതിട്ടയിലെ റാന്നിയും ഒപ്പം തന്നെ ആറന്മുള അടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള ഒരു ജലനിരപ്പ് ഉയരാനുള്ളൊരു കാരണമായി മാറിയതും. ഈ ആറന്മുള മേഖലയിലുള്ള ഉണ്ടായ ഈ വെള്ളക്കെട്ടിൽ അവിടെ നിന്നും ജനങ്ങളെ ഏകദേശം ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏകദേശം ആളുകളെ എല്ലാം തന്നെ ഇപ്പോൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പേർ അവിടെ ഈ രക്ഷാസംഘം ബോട്ടുമായി എത്തുമ്പോൾ കടന്നു വരാൻ മടിക്കുന്ന കുറച്ച് പേർ മാത്രമാണ് ഇപ്പോൾ അവിടെ തുടരുന്നത്. മറ്റെല്ലാവരും തന്നെ അവിടെ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് സ്ഥലം MLA അബിൻ വർക്കി പോലും കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റൊന്നിപ്പോൾ ഈ രാവിലെ മഴ തുടരുന്ന സാഹചര്യത്തിൽ റാന്നിയിൽ ഈ മഴ തുടരുന്നുണ്ട്. അപ്പോൾ തന്നെ AC റോഡിൽ വെള്ളക്കെട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. തിരുവല്ലയിലടക്കം ഈ ആറന്മുളയിൽ നിന്നും പോകുന്ന വെള്ളം പിന്നീട് എത്തുന്നത് തിരുവല്ലയിലേക്കാണ്. അതുകൊണ്ട് തിരുവല്ലയിലായിരിക്കും ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാവുക എന്നതാണ് ഇവിടുത്തെ ആളുകൾ തന്നെ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ആശങ്ക ഒഴിയുന്നില്ല. ഒരു തെളിഞ്ഞ കാലാവസ്ഥ ഇപ്പോൾ പത്തനംതിട്ട ടൗണിലും മറ്റുമായിട്ടുണ്ടെങ്കിൽ പോലും റാന്നിയിലടക്കം ഇപ്പോഴും മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകളിലും ഇവിടെയുള്ള പത്തനംതിട്ടയെ
സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമാണ്. മഴ കൂടുതൽ ശക്തമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 2018 ഉണ്ടായ അതേ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം റാന്നിയും ഒപ്പം തന്നെ ആറന്മുളയിലടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതലുകളും അതിന്റെ രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ എത്തിക്കുക, NDRF സംഘങ്ങളെ കൂടുതലായി ആറന്മുളയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതായാലും ഈ മഴ ശക്തമായി കഴിഞ്ഞാൽ വീണ്ടും പത്തനംതിട്ടയിലെ സ്ഥിതി സങ്കീർണമാകും. ആദ്യ ദിവസങ്ങളിലുണ്ടായ ഈ കിഴക്കൻ മേഖലയിൽ മലയോര മേഖലകളിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി സങ്കീർണമാക്കും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിൽ തന്നെയാണ് ഇവിടുത്തെ ഭരണകൂടവും ഒപ്പം തന്നെ ജനങ്ങളും ഇപ്പോഴും തുടരുന്നത്.